ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിന് അടിസ്ഥാനമായി ഞാൻ എടുത്തിരിക്കുന്ന വാക്യം വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അലങ്കാരങ്ങളുടെയും ബാഹ്യമായ സൗന്ദര്യങ്ങളുടെയും മോടി പിടിപ്പിക്കലുകളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ അതിവേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. COVID-19 ആ അതിവേഗതയിലുള്ള സഞ്ചാരത്തെ കുറച്ച് ഒന്ന് പുറകോട്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. എങ്കിലും വീണ്ടും അതിവേഗതയിൽ സഞ്ചരിക്കുവാൻ നാം തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആധുനികതയുടെ അനുഭവത്തെ നാം നോക്കുമ്പോൾ മനുഷ്യൻ അവനിൽ നിലനിൽക്കുന്ന ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ടുപോയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉരുത്തിരിയുന്ന അനുഭവങ്ങളിലൂടെ വളരുന്നു. അത് കാണുമ്പോൾ വളരെയധികം ഹൃദയവേദനകളുണ്ട്. മലയാറ്റൂർ രാമകൃഷ്ണൻ കേരള സാഹിത്യത്തിലെ ഏറ്റവും ശക്തനായ ആശയ ആവിഷ്കരണം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. നോവലാണ് യന്ത്രം. ആ നോവലിന്റെ മധ്യഭാഗത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആധുനിക മനുഷ്യന് ഒരു ഡെഫിനിഷൻ നൽകുവാൻ തയ്യാറാകുകയാണ്. ആ ആധുനിക മനുഷ്യന് അദ്ദേഹം കൊടുക്കുന്ന ഡെഫിനിഷൻ ഈ വാക്കുകളിലാണ്: ആധുനിക മനുഷ്യനെ മനുഷ്യനെന്ന് വിളിച്ചാൽ മൃഗങ്ങൾ പോലും ലജ്ജിച്ചു പോകും. എന്തുകൊണ്ടെന്നാൽ മൃഗങ്ങൾ സ്വന്തം സ്പീഷീസിലുള്ളതിനെ നശിപ്പിക്കില്ല. എന്നാൽ ആധുനിക മനുഷ്യൻ, അദ്ദേഹം വീണ്ടും എഴുതുന്നത് ഇങ്ങനെയാണ്: ആധുനിക മനുഷ്യൻ തൻ്റെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി തൂകി ആലിംഗനം ചെയ്ത് അവന്റെ മുഖത്ത് ചുംബനം ചെയ്ത് അവന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന കടാര അവന്റെ പുറത്തെ കാഴ്ത്തി ഇറക്കുന്നവനാണ് ആധുനിക മനുഷ്യൻ. മനുഷ്യൻ എന്ന ആ വാക്കിന് കൊടുക്കുന്ന ആ ഒരു വലിയ ഡെഫിനിഷനാണത്. ആധുനിക മനുഷ്യൻ എന്താണെന്ന് ആ ചെറിയ ആ ലൈനുകളിൽ നൽകിയിരിക്കുകയാണ്. സ്വന്തം സഹോദരന്റെ മുഖത്തേക്ക് നോക്കി
പുഞ്ചിരി തൂകി ആലിംഗനം ചെയ്ത് അവന്റെ മുഖത്ത് ചുംബനം ചെയ്ത് അവന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന കടാര അവന്റെ പുറത്തെ കാഴ്ത്തി ഇറക്കുന്ന ആധുനിക മനുഷ്യൻ. ഇവിടെയാണ് കുടുംബത്തിന്റെ പ്രസക്തി. ഇന്ന് ബഹുമാനപ്പെട്ട സൗമിൽ ടി വർഗീസ് അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാൻ ശ്രമിച്ചു. എനിക്കും കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, എന്നാൽ എനിക്കും സമയ ക്ലിപ്തതയുണ്ട്. അതുകൊണ്ട് ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം മോതിരം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാകുമ്പോൾ നൽകുന്ന ഒരു ആശീർവാദമുണ്ട്. ആ ആശീർവാദത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. ആദ്യ ഭാഗ ശുശ്രൂഷ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന മോതിരം വാഴ്വിന്റെ ശുശ്രൂഷയുടെ അവസാനത്ത് നൽകുന്ന ആശീർവാദമാണിത്. May the cross of our Lord Jesus Christ remain with you day and night and ever protect you from the powers of evil one. വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നൽകുന്ന ആശീർവാദത്തിൽ ഒരു വലിയ സത്യം ഒളിച്ചിരിപ്പുണ്ട്. അതെന്താ? നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ എന്ന ആശീർവാദം നൽകുമ്പോൾ ഈ വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദമ്പതികളോട് പറയുകയാണ്, be cautious. There is a possibility of entering the evil powers of this world into our family life, thereby polluting, destroying the sanctity, the serenity, the holiness of family life. പ്രിയ സന്നദ്ധ സുവിശേഷക സംഘ അംഗങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെത്ര അനുഗ്രഹീതമായ അനുഭവങ്ങളാണ്. ജീവിതത്തിന്റെ പാവനത, ബന്ധത്തിന്റെ ആ ഊഷ്മളത, വാക്കുകളുടെയും ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും വിശുദ്ധമായ തലങ്ങൾ, ഇതാണ് കുടുംബ ജീവിതത്തിൽ പരമപ്രധാനമായി നിലനിർത്തേണ്ടതും നിലനിൽക്കേണ്ടതും. ഇത് നഷ്ടപ്പെടുമ്പോൾ കുടുംബ ജീവിതത്തിന്റെ തകർച്ചയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ കുടുംബ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത്. നമ്മുടെ പൂർവ്വ മാതാപിതാക്കളുടെ കുടുംബ ജീവിതത്തിലേക്കൊക്കെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ദർശിപ്പാൻ സാധിക്കുന്നത് അവരുടെ ആ ബന്ധങ്ങൾ, ജീവിതത്തിന്റെ പാവനത, ജീവിതത്തിന്റെ ഊഷ്മളത, ജീവിതത്തിന്റെ വിശുദ്ധി, ഇതൊക്കെ ദൈവവുമായുള്ള ബന്ധത്തിൽ അവർ വളരെയധികം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് നമുക്കിന്ന് അഭിമാനിക്കുവാനുള്ളത്. എന്നാൽ അത്യന്താധുനിക
ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്ന് ജീവിക്കുന്ന തലമുറയും വരുന്ന തലമുറയും എങ്ങനെയാണ് ആ മൂല്യബോധത്തിൽ നിന്നൊക്കെ അന്യപ്പെട്ടു പോകുന്നത് എന്നുകൂടി നാം ഇവിടെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ ആശീർവാദത്തിൽ നൽകിയത്, May the cross of our Lord Jesus Christ remain with you day and night and ever protect you from the powers of evil one. ഈ പകലിലും ഈ രാവിലും നിന്റെ ജീവിതത്തിന്റെ പാവനതയും പരിശുദ്ധിയും വിശുദ്ധിയും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ രാവിലും പകലിലും അവിടെയാണ് കർത്താവിന്റെ ക്രൂശ് നിങ്ങൾക്ക് കാവലായിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ പിന്നെ നടത്തുന്ന ശുശ്രൂഷ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷയാണ്. അതായത് കർത്താവിന്റെ ക്രൂശ്, ആ സ്വർണ്ണമാല അത് കിരീടമായി ധരിപ്പിച്ചുകൊണ്ടാണ് ആ ശുശ്രൂഷ നിർവഹിക്കുന്നത്. പ്രിയ ദൈവജനമേ, നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ഈ ജീവിതത്തിന്റെ ധന്യത, ആ മാനുഷികമായ നല്ല അനുഭവങ്ങൾ, അത് ഈ ലോകക്രമത്തിൽ, ഈ ലോകം ഏതെല്ലാം മാറ്റങ്ങളിലൂടെ കടന്നുപോയാലും ഈ അടിസ്ഥാനപരമായ അനുഭവങ്ങൾ മാറരുത്. ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവത്തോടു കൂടെ ഈ ലോകത്തിൽ പരിപാവനതയുടെയും പരിശുദ്ധിയുടെയും വിശുദ്ധിയുടെയും ആ നിറവിൽ നമ്മുടെ കുടുംബജീവിതങ്ങളെ നയിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ഇടവക ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം ഇന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം ധാരാളം കുടുംബങ്ങൾ ആ ഇടവകയിലുണ്ട്. രാവിലെ 7:30 മണിക്ക് ഒരു സർവീസ്, 9:30 മണിക്ക് മറ്റൊരു സർവീസ്. ഇംഗ്ലീഷും മലയാളവും മാറി മാറി, രണ്ടിനും സെപ്പറേറ്റ് ക്വയറുകളുണ്ട്. ഈ ക്വയർ അംഗങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വിവിധ തലത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരും പഠിക്കുന്നവരും വളരുന്നവരും ഒക്കെയാണ്. അപ്പോൾ ഈ ക്വയർ അംഗങ്ങൾ, അതിൽ 2 പേർ, യുവാവും യുവതിയും, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 പേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, 2 പേരും ഹൈലി എംപ്ലോയിഡ് ആണ്. എന്നാൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ വിവാഹത്തിലേക്ക് മകളെ അയക്കുന്നതിന് അത്ര തൃപ്തിയല്ല. അതുകൊണ്ട് ഇവർ 2 പേരും എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഞാൻ ഈ 2 പേരുടെയും മാതാപിതാക്കളെ വിളിച്ചു, അവരുമായി സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ വിവാഹത്തിന് സമ്മതിച്ച് വിവാഹമൊക്കെ നടത്തി. ഞാൻ തന്നെ ആ വിവാഹം നടത്തുകയും ചെയ്തു. ഏകദേശം 1.5 വർഷം ആ കുടുംബജീവിതം പിന്നിട്ടു. ഒരു ദിവസം രാത്രിയിൽ ഏകദേശം 12 മണിയായി ഞാൻ പാസനേജിൽ വന്നപ്പോൾ, പിന്നെ വിശ്രമിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചു. ഒരു 2:30 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ. ഞാൻ വിശുദ്ധ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ച ഈ പെൺകുട്ടിയുടെ ഫോൺ കോളാണ്. എന്നെ വിളിച്ചു, അച്ഛൻ
ഇപ്പോൾ തന്നെ ഈ എൻ്റെ വീട്ടിലേക്ക് വരണം. ഇല്ല എങ്കിൽ ഞാൻ സ്വയമായി എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ഉടൻ തന്നെ ഞാൻ ഡ്രസ് ചെയ്ത് പള്ളിയിൽ ചെന്ന കപ്പ്യാരെയും കൂട്ടി ഈ വീട്ടിലെത്തി. കതക് തുറന്നിട്ടിരിക്കുകയാണ്. ബെല്ലടിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി വന്നു, ഇരുന്നു, അവിടെ സംസാരിച്ചു. പൊട്ടിക്കരയുകയാണ്, വിങ്ങി വിങ്ങി കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം പറ. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: അച്ഛാ, we had sex together and during the course of the sex he told me that he lost hotness in me. ഇത് എനിക്കൊരിക്കലും സഹിക്കുവാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് ഇനിയും ഞാൻ എന്തിനാ ജീവിച്ചിരിക്കേണ്ടത്? ആ പെൺകുട്ടി പറഞ്ഞു, he might have find hotness in someone else. അതുകൊണ്ടായിരിക്കണമല്ലോ അച്ഛാ ഇന്ന് ഇപ്രകാരം എന്നോട് പറഞ്ഞത്. അത്യന്താധുനികമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ആദിവേഗതയിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ പരിപാവനതയും വിശുദ്ധിയും കാത്തു സൂക്ഷിപ്പാൻ കഴിയാതെ പോയാൽ പിന്നെ ആ കുടുംബജീവിതം എന്തിന്? അതെ, ആ പെൺകുട്ടി പറഞ്ഞത് വളരെ വ്യക്തമായിരുന്നു. He might have find hotness in someone else. ശരിയാണ്. 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു ബിസിനസ് ടൂർ എന്ന് പറഞ്ഞു പോയ ക്വയറിലെ മുഖ്യ സ്ഥാനം വഹിച്ച ക്വയർ അംഗം പിന്നെ തിരികെ വന്നിട്ടില്ല. ഒരു ഫിലിപ്പിനോ ഗേളുമായി ജീവിതം ആരംഭിച്ചു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഉടുപ്പഴിച്ചു വയ്ക്കുന്ന ലാഘവത്തോടെ കുടുംബജീവിതത്തെ കാണുന്ന ഒരു ആധുനിക തലമുറ വളർന്നു വരുന്ന ഈ ലോകത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഏകദേശം AD 60-കളിൽ 70-കളിൽ എഴുതിയ ഈ വാക്ക് എത്ര അർത്ഥപൂർണമാണിന്ന് നമുക്ക്. നിങ്ങളുടെ സൗന്ദര്യം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അതായത് മനസ്സ് നന്നായിരിക്കണം, ഹൃദയം നന്നായിരിക്കണം. ആ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും അനുഭവങ്ങളിൽ നിന്നാണ് ജീവിതത്തിൻ്റെ ഒരുമയുടെയും വിശുദ്ധിയുടെയും പരിപാവനതയുടെയും ഒക്കെ അനുഭവങ്ങളെ വളർത്തിയെടുപ്പാൻ നമുക്ക് സാധ്യമാകുന്നത്. ഇനി 2, ഈ ജീവിത അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പറയുവാൻ സാധിക്കുന്നത്, സൗമ്യതയും സാവധാനതയുമുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്ന് ധാരാളം കുടുംബങ്ങൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്.
എന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കുന്നത്? സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും ത്യാഗത്തിന്റെയും ക്ഷമയുടെയും അനുഭവങ്ങൾ മനുഷ്യ മനസ്സുകളിൽ നിന്ന് അന്യം നിൽക്കുന്നു. മനുഷ്യൻ ധാരാളമായി സ്വാർത്ഥനായി തീരുന്ന ഒരു കാലഘട്ടം. എന്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കണം, അതിന് എന്റെ കയ്യിൽ റിസോഴ്സസ് ഉണ്ട്. Then why should I depend upon a other person? Though he may be my husband or he may be my wife. എന്തിനു ഞാൻ അങ്ങനെ ആശ്രയിക്കണം? I have everything in my life. അങ്ങനെ ചിന്തിക്കുന്ന ആ ആധുനിക തലത്തിൽ നിൽക്കുന്ന ഒരു സമൂഹവും ഇവിടെ വളരുന്നുണ്ട് എന്ന് നാം വിസ്മരിക്കരുത്. ഇവിടെയാണ് നാം നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടതും നമ്മുടെ മാതാപിതാക്കളിൽ കണ്ട ആ സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും ത്യാഗത്തിന്റെയും അനുഭവങ്ങൾ, ക്ഷമയുടെയും അനുഭവങ്ങൾ കുടുംബ ജീവിതങ്ങളിൽ രൂപപ്പെടേണ്ടത്. അസഹിഷ്ണുത വളർന്നു വരുന്ന ഒരു ജീവിത ക്രമമാണ് ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നത്. ആർക്ക് സഹിപ്പാൻ കഴിയും? ആർക്ക് ക്ഷമിപ്പാൻ കഴിയും? ആർക്ക് ത്യാഗ മനോഭാവമുണ്ട്? ഇവിടെ ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുകയാണെങ്കിൽ ഇതിന് തുല്യമായി മറ്റു വേറെ മൂല്യങ്ങൾ ഒന്നും തന്നെ ഈ ലോകത്തിൽ കുടുംബജീവിതത്തെ രൂപവൽക്കരിക്കുന്നതിന് ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ പൂർവ്വമാതാപിതാക്കളുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ അവർ അനുഭവിച്ച ജീവിതത്തിന്റെ സഹിഷ്ണുതകളും സഹനങ്ങളും ത്യാഗങ്ങളും ഭൂമിയുടെ അറ്റത്തോളം ക്ഷമിക്കുവാനുള്ള മനസ്സുകളും അതൊക്കെ നാം കാണുമ്പോൾ എന്തേ ഇന്ന് ഇതൊക്കെ അന്യം നിൽക്കുന്നു എന്ന ചോദ്യം. വീണ്ടും ഒരനുഭവം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതും ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയിൽ നടന്ന സംഭവമാണ്. ഭർത്താവ് ഒരു മൾട്ടിനാഷണൽ കമ്പനി, ഞാനിത് പറയുന്നത് ഏകദേശം ഒരു 25 വർഷത്തിന് പുറകിലുള്ള സംഭവമാണ്. മൾട്ടിനാഷണൽ കമ്പനി അന്ന് ഇന്ത്യയിലൊക്കെ ആരംഭിച്ചു വരുന്ന കാലഘട്ടമാണ്. അതിൻ്റെ 2ാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും ഒക്കെ എടുത്ത മനുഷ്യൻ, അതിൻ്റെ ഇന്ത്യയിലെ 1ാം സ്ഥാനക്കാരൻ ആ മദർ കമ്പനിയുടെ തന്നെ വിദേശിയാണ്. അതിൻ്റെ 2ാം സ്ഥാനത്ത് ഇദ്ദേഹമാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ച പെൺകുട്ടി ഡോക്ടറാണ്. നല്ല കുടുംബജീവിതം, ഇടവകയിൽ നല്ല മാതൃകയോടുകൂടെ അവരുടെ ജീവിതം നയിക്കുന്നു. വളരെ സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ആ കുടുംബത്തിലേക്ക് ഞങ്ങളെയൊക്കെ ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു കുടുംബം. ഏകദേശം 7 വർഷത്തോളം അവർക്ക് കുഞ്ഞ് ജനിച്ചില്ല. 7 വർഷം കഴിഞ്ഞാണ് അവർക്കൊരു കുഞ്ഞ് ജനിച്ചത്. ആ കുഞ്ഞ് ജനിച്ചത് കൊണ്ട് പിന്നെ ആ ഡോക്ടർ എന്നുള്ള ആ ശുശ്രൂഷയിലേക്ക് പോകാതെ ലഭിച്ച ആ കുഞ്ഞിനെ പരിചരിക്കുന്നതിനു വേണ്ടി ജീവിതം മുഴുവൻ അതിനുവേണ്ടി ആ ഡോക്ടർ എന്ന പദവിയൊക്കെ കളഞ്ഞ് വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി. കുഞ്ഞ് ജനിച്ചു. ഏകദേശം 4 മാസം പ്രായമുണ്ട്. രാവിലെ ഹസ്ബൻഡ് തൻ്റെ പ്രവർത്തന സ്ഥലത്തേക്ക് പോയി.
അന്ന് ആ പ്രവർത്തന സ്ഥലത്ത് വളരെ സംഘർഷമാണ്, വളരെ പ്രതിസന്ധിയാണ്. തൊഴിലാളികൾ ലോക്കൗട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരുമായി, തൊഴിലാളി നേതാക്കന്മാരുമായി ഇദ്ദേഹം മണിക്കൂറുകളോളം ദീർഘമായ സംഭാഷണങ്ങൾ. ഒന്നും ഫലപൂർണമായി തീർന്നില്ല. വളരെ നിരാശയോടെയാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്നത്. എന്നും തൻ്റെ കാറിൻ്റെ ശബ്ദം ആ വീട്ടുമുറ്റത്തെത്തുമ്പോൾ ഓടി വന്ന് ആ മുഖ്യവാതിൽ തുറന്നു തരുന്ന സഹധർമ്മിണി അന്ന് അവിടെ എത്തിയില്ല. കാരണം പ്രഭാതത്തിൽ ഇദ്ദേഹം ഓഫീസിലേക്ക് പോയപ്പോൾ ഈ കുഞ്ഞിന് പനിയായി. ഭർത്താവിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. കാരണം ഓഫീസിൽ പ്രശ്നങ്ങളാണ്, അതുകൊണ്ടായിരിക്കാം. പിന്നെ തൻ്റെ തന്നെ സ്നേഹിതയായ ഡോക്ടറുടെ പീഡിയാട്രിഷ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. തിരികെ വന്നു. ആ കുഞ്ഞിനോടൊപ്പം ആയിരിക്കുകയാണ്, ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുകയാണ്. എന്നും കയറി വരുമ്പോൾ ലഭിക്കാറുള്ള കോഫിയും അന്ന് ലഭിച്ചില്ല. അപ്പോൾ തൻ്റെ അരികിൽ നിൽക്കുന്ന ഈ കുഞ്ഞിനെ തോളത്തിട്ടിരിക്കുന്ന തൻ്റെ സഹധർമ്മിണിയോട് പറഞ്ഞു, ഒരു കോഫി കൊണ്ടുവരൂ. അപ്പോൾ അവൾ പറഞ്ഞു, ഈ കുഞ്ഞിനെ ഒന്ന് പിടിക്കാമോ, ഞാൻ പോയി കോഫി ഇട്ടുകൊണ്ട് വരാം. അദ്ദേഹം കുഞ്ഞിനെ ഏറ്റുവാങ്ങി. വളരെ ടെൻഷനോടുകൂടിയാണ് വന്നത്. അദ്ദേഹം ഈ കുഞ്ഞുമായി തൻ്റെ സ്റ്റീരിയോ റൂമിലേക്ക് പ്രവേശിച്ചു. ഒന്ന് റിലാക്സ് ചെയ്യാൻ സ്റ്റീരിയോ ഓൺ ചെയ്തു. വ്യത്യസ്തങ്ങളായിട്ടുള്ള മ്യൂസിക് അത് കേൾക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ആ ചാരുകസാരയിലേക്ക് നീണ്ടുകിടന്നു. കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് ഒട്ടിക്കിടക്കുകയാണ്. ഈ സ്റ്റീരിയോ കേട്ടുകൊണ്ട് അദ്ദേഹം ശാന്തനായി ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. എന്തോ പെട്ടെന്ന് ഈ കുഞ്ഞ് വാവിട്ട് നിലവിളിച്ചു. ആ വാവിട്ട് നിലവിളിച്ച കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് ആ ഭിത്തിയോട് ചേർത്തൊരടി. ആ കുഞ്ഞിൻ്റെ തലച്ചോറൊക്കെ ആ ഭിത്തിയിലുണ്ടായിരുന്നു. ഞാനും കൂടി ചേർന്നാണ് അതൊക്കെ പിന്നെ റിമൂവ് ചെയ്തത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അസഹിഷ്ണുതയുടെ അനുഭവങ്ങളാണ്. സഹനത്തിൻ്റെ അനുഭവങ്ങൾ ഇല്ലാതെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ, ആ കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും അരോചകമായി തോന്നിയ അനുഭവമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് അസഹിഷ്ണുതയായി തീർന്ന് ആ കുഞ്ഞിനെ ഭിത്തിയോട് ചേർത്തടിച്ചത്. അതിനുശേഷം രണ്ടുപേരും മാനസികമായ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് തിരികെ വന്നു. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സഹിഷ്ണുത നഷ്ടപ്പെടുന്ന ഒരു ലോകത്ത് അസഹിഷ്ണുമായ മനസ്സുമായി സഞ്ചരിക്കുന്ന മനുഷ്യൻ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ അനുഭവങ്ങൾ ഈ കുടുംബജീവിതത്തിൽ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ കൂട്ടുകുടുംബ അനുഭവങ്ങളിൽ നിന്നൊക്കെ ആ കൂട്ടുകുടുംബ അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ജീവിക്കുന്ന അനുഭവങ്ങളൊക്കെ
ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ അനുഭവത്തിലാണ്. ഇവിടെ വിസ്മരിക്കപ്പെട്ടു പോകുന്നതും തിരസ്കരിക്കപ്പെടുന്നതും മാതാപിതാക്കളാണ്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ ആരുടെയും സഹായം ലഭിക്കാതെ ഏകാന്തതയുടെ തലങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന, ഒറ്റപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എത്ര വാത്സല്യത്തോടെ, എത്ര സ്നേഹത്തോടെ, എത്ര കരുതലോടെ വളർത്തിയ മക്കൾ ഇന്ന് അവർ വളർന്ന് വലിയതായി, ശക്തരായി. എന്നാൽ മാതാപിതാക്കൾ ബലഹീനരും അശക്തരും ആയിത്തീർന്നിരിക്കുന്നു. അവരെ വലിച്ചെറിയുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതീകമായി നമ്മുടെ കുടുംബ അനുഭവങ്ങൾ, ന്യൂക്ലിയർ ഫാമിലിയൊക്കെ വന്ന് നിൽക്കുകയാണ്. വളരെ വേദനിപ്പിക്കുന്ന അനുഭവമാണത്. ഈ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്ന കടമയും ദൗത്യവും അത് വളർന്നു വരുന്ന തലമുറയുടേതാണ്. ആ ഒരു വലിയ ദൗത്യബോധത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രിയമക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് നയിക്കുന്ന ഒരനുഭവമായിരിക്കും. നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുക, കരുതുക. വേദപുസ്തകം നൽകുന്ന വളരെ വ്യക്തമായ പഠിപ്പിക്കലാണിത്. നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും വിസ്മരിക്കപ്പെടരുത്, തിരസ്കരിക്കപ്പെടരുത്, വേദനപ്പെടരുത്, നൊമ്പരപ്പെടരുത്. അവരുടെ ജീവിതത്തിൻ്റെ നന്മ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മ. ഒരനുഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അതും ഇതുപോലെ തന്നെ ഒരു ഇടവക ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ ഡോക്ടറായി പ്രവർത്തിച്ച വ്യക്തിയുടെ അനുഭവമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അദ്ദേഹം 4 മക്കളുണ്ട്. 3 പേർ വിദേശത്താണ്. ഒരാൾ ഈ കോസ്മോപൊളിറ്റൻ സിറ്റിയിൽ തന്നെയുണ്ട്. സ്ട്രോക്കായി, കിടപ്പിലായി, ആരും ശുശ്രൂഷിപ്പാനില്ല. മകൻ പോലും തിരിഞ്ഞു നോക്കാറില്ല. വളരെ വേദനയോടെയാണ് ആ പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഞാനുമായി പങ്കുവച്ചത്. അപ്രകാരം ആ വേദനയൊക്കെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മകളെ ഫോണിൽ വിളിച്ചു. പിതാവിന് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വരുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ ജീവനോടെ കാണാം. അദ്ദേഹം ആ അവസ്ഥയിലായിരുന്നപ്പോൾ ആ മകൾ വരുന്നതിനുള്ള പ്ലാനൊക്കെ ചെയ്തു. മകൾ വന്നു. തൻ്റെ 6 വയസ്സുള്ള മകൻ രതീഷ്, അവനുമായിട്ടാണ് വന്നത്. വളരെ സന്തോഷം. എന്നാൽ ഈ മകൾ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ എന്നെ ഒരു ദിവസം ഫോണിൽ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഇന്ന് സന്ധ്യയിലേക്ക് ഞാൻ പ്രവേശിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഹൃദയം പൊട്ടി മരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം ആത്മസംഘർഷം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അച്ഛൻ ഒന്ന് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പോയി. അപ്പോഴാണ് അദ്ദേഹം ആ കാരണം പറഞ്ഞത്. ഞാൻ മുഖാന്തരമാണ് മകൾ വിദേശത്ത് നിന്നും ഇവിടെ വന്ന് അപ്പനെ ശുശ്രൂഷിക്കാൻ തയ്യാറായത്. എന്നാൽ മകൾ വന്ന ദിവസം മുതൽ അവളുടെ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ദിനങ്ങൾ ചെലവഴിക്കുകയാണ്. പിതാവിന് മകളുടെ സാന്നിധ്യം ലഭ്യമാകുന്നില്ല. ഒരു ദിവസം
ഈ മകൾ തൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ട് തിരികെ വന്നപ്പോൾ കണ്ട കാഴ്ച, ഈ മകൻ, തൻ്റെ മകൻ 6 വയസ്സുള്ള മകൻ രതീഷ് കിടക്കയിൽ കയറി അപ്പനോടൊപ്പം കിടക്കയിൽ ഇരിക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ അപ്പൻ കേൾക്കെ ഈ മകൾ വിളിച്ചു പറഞ്ഞു, "Come on, Ratish, don't be there. If you go back and sit with him, you will also get the same disease." സ്വന്തം മകൾ പിതാവ് കേൾക്കെ ഈ കൊച്ചു മകനോട് പറഞ്ഞു കൊടുത്ത വാക്കാണ്, "Don't go again there and don't sit with him. If you sit with him, you will also get the same disease." അപ്പോഴാണ് സ്ട്രോക്ക് പകർച്ചവ്യാധിയാണ് എന്ന ഒരു ബോധം കൂടി എനിക്കുണ്ടായത്. ഇതാണ് ആധുനിക ജീവിതത്തിൻ്റെ പ്രതീകങ്ങൾ. പിന്നെ അദ്ദേഹവുമായി കുറേ സമയം ചിലവഴിച്ചു, ശാന്തനാക്കി, പ്രാർത്ഥിച്ചു. വീണ്ടും ഒരു 6 വർഷം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളുമാണത്. പ്രിയ ദൈവജനമേ, ഞാനിവിടെ നിർത്തുകയാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ആ വാക്കിലേക്ക് തിരികെ പോവുകയാണ്. ആധുനിക മനുഷ്യനെ മനുഷ്യനെന്ന് വിളിച്ചാൽ മൃഗങ്ങൾ പോലും ലജ്ജിച്ചു പോകും. എന്തുകൊണ്ടെന്നാൽ മൃഗങ്ങൾ സ്വന്തം സ്പീഷ്യസിലുള്ളതിനെ നശിപ്പിക്കില്ല. എന്നാൽ ആധുനിക മനുഷ്യൻ തൻ്റെ സ്വന്തം സഹോദരൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി തൂകി ആലിംഗനം ചെയ്ത് മുഖത്ത് ചുംബിച്ച് അവൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന കടാര അവൻ്റെ പുറത്തെ കാഴ്ത്തിയിറക്കുന്നു. സംതിങ് റോങ് സംവെയർ എൽസ്. വി ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഫോർ ദി പ്രോബ്ലം. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങളുടെ അലങ്കാരം, ദി ബ്യൂട്ടി ഓഫ് ലൈഫ്, മുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതുമല്ല, പിന്നെയോ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെ. അത് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതാകുന്നു. ഈ രൂപാന്തരത്തിൻ്റെ തലങ്ങളിലേക്ക് രൂപപ്പെടുവാൻ തക്കവണ്ണം വളർന്നു വരുന്ന തലമുറയുടെ കുടുംബജീവിതങ്ങളും മൂല്യങ്ങളും രൂപപ്പെടുവാൻ തക്കവണ്ണം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.